മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്നും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ഈശോയുടെ രാജ്യത്വ തിരുനാൾ കൊണ്ടാടുകയാണ്. ഈശോ രാജാവാണ് എന്ന് നമ്മോട് ഓരോരുത്തരോടും അവിടുന്ന് ഉദ്ഘോഷിക്കുകയാണ്. മനുഷ്യ ഹൃദയങ്ങളെ തൻ്റെ രാജ്യമാക്കി ഹൃദയങ്ങളെ ഭരിക്കുന്ന രാജാവാണ് ഈശോനാഥൻ. അവിടുത്തെ രാജ്യത്തിൻ്റെ നിയമം കരുണയും സ്നേഹവുമാണ്. അവിടുത്തെ കിരീടമെന്ന് പറയുന്നത് സഹനത്തിൻ്റെ കിരീടമാണ്. ശക്തി മനുഷ്യ മനസ്സുകളെ മാറ്റാനായിട്ട് ഉള്ള ശക്തി. പ്രിയപ്പെട്ടവരെ, ഈശോനാഥൻ രാജാവായി നിൻ്റെ ഹൃദയത്തിൽ, നിൻ്റെ ജീവിതത്തിൽ, നിൻ്റെ കുടുംബത്തിൽ വസിക്കണമെങ്കിൽ കരുണയും സ്നേഹവും നിൻ്റെ ഉള്ളിലുണ്ടായിരിക്കുകയും ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സഹനങ്ങളെ ഏറ്റെടുക്കാനായിട്ട് സാധിക്കുകയും ജീവിതത്തെ മാനസാന്തരത്തിനായിട്ട് വിട്ടുകൊടുക്കുകയും ചെയ്യണം. ഈ രാജ്യത്വ തിരുനാൾ ഇന്ന് നമ്മൾ കൊണ്ടാടുമ്പോൾ ഈശോയായിരിക്കട്ടെ നമ്മുടെ ജീവിതത്തെയും നമ്മുടെ കുടുംബത്തെയും ഭരിക്കുന്നത്. ഈശോനാഥൻ ഒരു രാജാവായി നമ്മുടെ ഉള്ളിൽ ഉണ്ട് എങ്കിൽ, നമ്മുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ, നമ്മുടെ കുടുംബത്തിലുണ്ട് എങ്കിൽ ഒരു തിന്മകൾക്കോ ഒരു ശക്തിക്കോ നമ്മുടെ ജീവിതത്തെയോ നമ്മുടെ കുടുംബത്തെയോ തകർക്കാനായിട്ട് സാധിക്കുകയില്ല. അധികാരമുള്ള ഒരുവൻ, ശക്തിയുള്ള ഒരുവൻ നമുക്ക് കാവലായി നമ്മുടെ ജീവിതത്തിൻ്റെ അരികിലുള്ളപ്പോൾ ഏത് ശക്തിക്ക് നമ്മുടെ ജീവിതത്തെ തകർക്കാൻ സാധിക്കും? ഏത് ശക്തിക്ക് നമ്മുടെ ജീവിതത്തെ ഇല്ലാതാക്കാനായിട്ട് സാധിക്കും? ഈശോനാഥൻ ശക്തനാണ്. ഈശോനാഥൻ അധികാരമുള്ളവനാണ്. ഈ അധികാരമുള്ള ഈശോ, ഭരിക്കുന്ന ഈശോ നമ്മുടെ ജീവിതങ്ങളെ, നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. അതിനുവേണ്ടി നമ്മൾ ഓരോരുത്തരും സ്നേഹമുള്ളവരാകുവാൻ, കരുണയുള്ളവരാകുവാൻ, ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സഹനങ്ങളെ ഏറ്റെടുക്കുവാൻ, ജീവിതത്തെ മാനസാന്തരത്തിനായിട്ട് വിട്ടുകൊടുക്കുവാനായിട്ട് തയ്യാറാവണം. നമുക്ക് ഓരോരുത്തർക്കും അതിന് സാധിക്കട്ടെ. ഇന്ന് ഈശോയുടെ രാജ്യത്വ തിരുനാൾ കൊണ്ടാടുമ്പോൾ ഒരു നിമിഷം നമ്മുടെ കരങ്ങളൊക്കെ യാചനയോടെ പിടിച്ച് നമ്മുടെ ജീവിതത്തെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ അധ്വാനങ്ങളെയും ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട്, ഈശോയെ രാജാവായി ഞങ്ങളുടെ ഉള്ളിൽ, ഞങ്ങളുടെ ഭവനത്തിൽ, ഞങ്ങളുടെ അധ്വാന മേഖലകളിൽ അങ്ങ് വാഴണമേ, വസിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നവരെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെല്ലണമേ. രാജാവായി ഇവരിൽ അങ്ങ് ഭരിക്കണമേ. കർത്താവേ, അങ്ങയുടെ രാജ്യം ഇവരുടെ ഹൃദയത്തിലും ഇവരുടെ ഭവനത്തിലും വരട്ടെ. കരുണയും സ്നേഹവും ഇവരുടെ ജീവിതത്തിൽ നിറയട്ടെ. സഹനങ്ങൾ ഏറ്റെടുക്കാനുള്ള കൃപ ലഭിക്കട്ടെ. ഹൃദയത്തെ മാനസാന്തരത്തിന് വിട്ടുകൊടുക്കാനുള്ള അഭിഷേകം ഇവർക്ക് നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, അങ്ങയുടെ ശക്തി ഇവരിലേക്ക് ഒഴുകട്ടെ. ഈശോനാഥ, ഈ ദിവ്യകാരുണ്യത്താൽ ആശീർവദിക്കുമ്പോൾ ഇവരിൽ നിന്ന്, ഇവരുടെ ഭവനങ്ങളിൽ നിന്ന്, അധ്വാന മേഖലകളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിൻ്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തികളുടെ പ്രവർത്തനങ്ങളും പൈശാചിക അരൂപികളുടെ പ്രവർത്തനങ്ങളും നിർവീര്യമായി തീരട്ടെ എന്ന് കേൾപ്പിക്കുന്നു. എല്ലാ കെട്ടുകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് അഴിയട്ടെ എന്ന് കേൾപ്പിക്കുന്നു. തിന്മ ഇവരുടെ ജീവിതത്തിൽ നിന്ന് തകരട്ടെ എന്ന് കേൾപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.